ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ കുറിച്ചാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും മെൻ്റലി ഫിസിക്കലി അവർ ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പലർക്കും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ദേഷ്യം കൂടുതൽ, സങ്കടമാണോ അത് കൂടുതൽ, നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ വരുന്നത് 40 വയസ്സ് കഴിഞ്ഞാൽ പൊതുവെ വരുന്ന കാര്യമാണ് കേട്ടോ. ചിലരൊക്കെ ഫിസിക്കലി വളരെ വീക്കാവും. കാരണം അവരതുവരെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീടിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ ഓടിത്തീർത്തിട്ടുണ്ടാവും. അപ്പോഴേക്കും ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അങ്ങനെ വേണം എല്ലാവരും ജീവിക്കാൻ. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്, ആരും സ്വന്തം ശരീരമോ മനസ്സോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒന്നും ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് പല സ്ത്രീകളും അങ്ങനെ ഒന്നും നോക്കാതെ ജീവിച്ച ആൾക്കാരായിരിക്കും. അവർക്ക് വേറൊരു റിലാക്സിന് വേറൊരു വഴിയില്ല. അവർക്ക് ഫുൾ ടൈം അവരുടെ വീട്, അവിടുത്തെ കാര്യങ്ങൾ, വീട്ടുജോലി, ഇത്രയൊക്കെ തന്നെ അവർക്കുണ്ടാവുള്ളൂ. ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി മെൻ്റലി ഒക്കെ ഒന്നും കൂടി കാരണം കുറേ ജോലി സ്ഥലത്ത് കുറച്ച് പേരെയൊക്കെ കാണാനും സംസാരിക്കാനും എന്തെങ്കിലും സന്തോഷം അവിടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. വീട്ടിലിരിക്കുന്നവർക്ക് എന്താണ്, അവർ മറ്റൊരാളെ ചിലപ്പോൾ കാണുന്നത് പോലും ഉണ്ടാവില്ല. പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുള്ള ഒരു സാഹചര്യം വരെ ചിലർക്ക് ഉണ്ടാവില്ല. അവർക്ക് ഫുൾ ടൈം വീട്ടിൽ ജോലി തന്നെ ചെയ്യാനുണ്ടാവും. അങ്ങനെ പോകുന്നു. അപ്പോൾ എന്താണ്, അവരുടെ ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചൊന്നും അവർക്ക് ആ ഒരു ടൈമിലൊന്നും ചിന്തിക്കില്ല. അപ്പോൾ എന്താണ്, വീട്ടിലെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോട്ടെ എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ 40 വയസ്സൊക്കെ കഴിഞ്ഞ് അതിന് ശേഷമാണ് ഓരോരോ അസുഖങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ എന്താണ്, നമ്മുടെ ശരീരത്തിനെ കുറിച്ചും അയ്യോ ഞാൻ ഇങ്ങനെയാണോ ജീവിച്ചത്, എനിക്ക് ഇതുവരെ എനിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാ എനിക്ക് ഓരോരോ കാര്യങ്ങൾ അസുഖങ്ങളായിട്ടും. പിന്നെ അതുവരെ ഇപ്പോൾ ആരടുത്തുനിന്ന് വഴക്ക് കേട്ടാലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊന്നും അത്രയൊരു വിഷയമായിട്ടൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നീട് ഈ 40 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്തതോ അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നും. അതുവഴി മുന്നേ ആരെന്ത് പറഞ്ഞാലും അതൊന്നും അത്ര ഒരു വിഷയമായിട്ടോ പ്രശ്നമായിട്ടോ ഒന്നും തോന്നില്ല. പക്ഷേ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അപ്സെറ്റായി പോകും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഓരോ സ്ത്രീക്കും അത് അനുഭവം തന്നെയായിരിക്കും. നമുക്ക് പിന്നെ അത് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് അതേ അർത്ഥത്തിലെടുക്കാനൊന്നും നമ്മൾ ശ്രമിക്കൂല. കാരണം നമുക്ക് ടെൻഷനാണ്, അവർക്ക് സങ്കടമായി, അവരത് പറഞ്ഞല്ലോ ചെയ്തല്ലോ എന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ആരും ചിന്തിക്കാത്തത്. ഇതൊക്കെ നമുക്ക് ഈ പ്രായത്തിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ വരുന്ന ഓരോ കാര്യങ്ങളാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. പിന്നെ എന്തെങ്കിലും ആരെയും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ഉണ്ടാവുന്ന ആ ചേഞ്ചസ് ഒന്നും നമ്മുടെ ശരീരം തന്നെ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അപ്പം അത് നമ്മുടെ മനസ്സിനെയും ബാധിക്കുകയാണ്. അപ്പം നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് തോന്നുക. നമ്മൾ കുറച്ചും കൂടെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മുടെ ബോഡി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നന്നാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിനനുസരിച്ചുള്ള ഫുഡുകൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ അതിനാവശ്യമുള്ള നമ്മൾക്കൊരു നല്ലൊരു ഹെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു കാൽസ്യമൊക്കെ കുറയുന്ന ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡുകൾ കഴിക്കാനും പിന്നെ കുറച്ചൊക്കെ എക്സസൈസ് നമ്മൾ ശീലമാക്കണം. പെട്ടെന്ന് വയസ്സിലേക്ക് അങ്ങോട്ട് പോവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ചിലരൊക്കെ ഒരു 50 വയസ്സായാലും അത്ര പ്രായം തോന്നാതിരിക്കണതൊക്കെ എന്തുകൊണ്ടാണ്, അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അവർ ആവശ്യത്തിനുള്ള എക്സസൈസ് അതിനനുസരിച്ചുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ടൊക്കെ ശരീരം കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് അത്ര ആ ഒരു ഏജിലേക്ക് ഒന്നിച്ചൊരു പോക്ക് വരാതിരിക്കണത്. നമുക്ക് ചിലരൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, അവർക്ക് 50 എന്ന് പറയുമ്പോഴും ആരും വിശ്വസിക്കില്ല. കാരണം അവരുടെ ബോഡി അത്ര വീക്കായിട്ടുണ്ടാവില്ല, പിന്നെ സ്കിന്നിലൊന്നും അത്ര തോന്നിക്കില്ല. അങ്ങനെയൊക്കെ അധികം ആൾക്കാർക്കും 40 വയസ്സ് കഴിയുമ്പോഴേക്ക് എന്താണ്, ശരീരത്തിൻ്റെ ആ ഒരു പഴയ ആ ഒരു സ്ട്രക്ചറൊക്കെ ഇങ്ങോട്ട് മാറി തുടങ്ങും. സ്കിന്നിൻ്റെയൊക്കെ ഗ്ലോ ഒക്കെ ഒന്ന് കുറയും. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമുക്ക് ചേഞ്ചുകൾ വരും. പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് ആ ഒരു വയ്യായ്കയിലേക്കും അല്ലെങ്കിൽ നമ്മുടെ ബോഡി
ഭയങ്കര ഒരു വീക്കാവുന്ന അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. പിന്നെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരാൻ തുടങ്ങും. അപ്പോൾ നന്നായി ആവശ്യത്തിനുള്ള എല്ലാ ഫുഡും വാരി വലിച്ച് കഴിക്കുക എന്നല്ല, നമുക്ക് ആവശ്യത്തിനുള്ള കൂടുതൽ കാൽസ്യവും വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനും പിന്നെ കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. നമ്മൾ വീട്ടുജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ നടക്കുന്നുണ്ട് അതല്ല, അതിന് പുറമെ നമ്മൾ അത്യാവശ്യം കുറച്ച് എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ വീട്ടിലുള്ള മറ്റംഗങ്ങളും മനസ്സിലാക്കുക, ഇവർക്ക് ഈ ടൈമിൽ ഉണ്ടാവുന്ന ചില ചേഞ്ചുകളാണ് അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് ആണ് ഇവർക്കും എന്നുള്ളതൊക്കെ മറ്റുള്ളവരും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് സ്ത്രീ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ടല്ല, വീട്ടിലുള്ള പുരുഷന്മാരും അല്ലെങ്കിൽ ഭർത്താക്കന്മാരും ഒക്കെ കേൾക്കണം. പല വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്താണ്, നമുക്ക് വയ്യാന്നോ അല്ലെങ്കിൽ പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങണത്. നമ്മളവർ പറയുമ്പോൾ എന്തെങ്കിലും തിരിച്ച് ദേഷ്യം കാണിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുവരെ ഇവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം എന്താ ഇപ്പോൾ പെട്ടെന്നൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തിനാ ദേഷ്യപ്പെടുന്നത്, പെട്ടെന്ന് എങ്ങനെയൊക്കെയെന്നൊക്കെ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുക. ആരും ഇയാളുടെ ഫിസിക്കലി മെൻ്റലി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരാളും ചിന്തിക്കില്ല. എല്ലാവരും എന്താണ്, ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ളതാണ്. ഇങ്ങനത്തെ എന്താ പുതിയൊരു സ്വഭാവം പഠിച്ചു വെച്ചോ എന്നൊക്കെയാണ് പലരും അതിനെക്കുറിച്ച് പറയുക. പക്ഷെ അങ്ങനെയല്ല, ഓരോരുത്തരും മനസ്സിലാക്കണം 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് പല ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള കാര്യം. അത് അവരൊന്ന് അത് ഉൾക്കൊള്ളാനും അത് അവരുടെ ബോഡി തന്നെ ഒന്ന് ഫ്രഷ് ആവാനും കുറച്ച് സമയം പിടിക്കും. അതിന് മുന്നേ ഈ ഒരു 40 to 50 ഇടയിലുള്ള ഒരു കാലഘട്ടം ഏത് സ്ത്രീകൾക്കും ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബോഡി തന്നെ പല കാര്യങ്ങളും റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റലി എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും? മാനസികമായി ഒരു സുഖം അല്ലെങ്കിൽ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഫിസിക്കലി മെൻ്റലി നമ്മൾ ഒരുപോലെ ആകുമ്പോഴാണ് നമുക്കൊരു റിലാക്സ് കിട്ടുള്ളൂ. ഇത് ഫിസിക്കലി വീക്കാവുക, അപ്പോൾ മെൻ്റലി അതിലേറെ വീക്കാവും. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ബോഡി അല്ലെങ്കിൽ കൂടുതൽ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും നമ്മൾ ശരീരം പരമാവധി നല്ല നിലയിൽ സൂക്ഷിക്കാനും ഒക്കെ എല്ലാവരും ശ്രമിക്കണം. നമ്മളൊന്ന് വീണ് പോയാൽ തീർന്നു, പിന്നീട് അവിടെ നിന്നൊരു പഴയ പോലത്തെ ഒരു ജീവിതത്തേക്ക് വരിക എന്നുള്ളത് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. ശാരീരികമായിട്ട് നല്ലൊരു ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനസികമായ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ശരീരം തന്നെ തളർന്നു പോയാൽ മനസ്സ് അതിലേറെ തളരും. അപ്പോൾ നമുക്ക് മാനസികോല്ലാസം നൽകുന്ന സംഭവങ്ങളൊക്കെ എന്താണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പറയില്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശരീരം സുഖമായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സും സുഖമായിട്ടിരിക്കുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് തന്നെയാണ് അത് പ്രതിഫലിക്കുക, അല്ലേ? സന്തോഷം എന്ന് പറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാവുമ്പോൾ എന്താണ്, നമുക്ക് നല്ല ഒരു മനസ്സമാധാനം കിട്ടും. പല വീടുകളിലും എന്താണ് വയ്യാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ തന്നെ ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരും ഉണ്ട്, അല്ലേ? ഇതൊക്കെ ഒരു നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് അത് വയ്യാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കത് ആ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിലാക്സ് മനസ്സിൽ തോന്നും. പലരും എന്താണ് ശരീരം കൊണ്ടോ വയ്യാതായിട്ടുണ്ടാവും, പിന്നെ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന മാനസികമായ പീഡനം കൂടി ആകുമ്പോഴേക്കും എന്താണ് ആള് പറ്റ വീക്കായി പോവുകയാണ്. ഒരുപാട് സ്ത്രീകൾ എന്താണ് ഒരു 45 ആകുമ്പോഴേക്ക് മെൻ്റലി വീക്കായിട്ടുണ്ടാവും. ചെറിയൊരു കാര്യം കിട്ടുമ്പോഴേക്കും അവർക്ക് ദേഷ്യമാണെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും, സങ്കടമാണെങ്കിൽ സങ്കടം പ്രകടിപ്പിക്കും. അവർ കുറച്ചും കൂടി ആദ്യത്തെക്കാളിലും ഷൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ചില സ്ത്രീകൾ. ചിലർക്കാണെങ്കിൽ സങ്കടമാണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ചെറിയൊരു കാര്യം കാണുമ്പോഴേക്കും കേൾക്കുമ്പോഴേ അവർക്ക് ആ സങ്കടം നിയന്ത്രിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് മാനസിക രോഗങ്ങളിലേക്കൊക്കെ പോകണത്. കാരണം അവർക്ക് അവരുടെ ഏത് വികാരമാണെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് അവരൊരു മാനസിക രോഗത്തേക്ക് പോകുന്നത്. ടെൻഷൻ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ, അവരെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരപ്പോൾ മെൻ്റലിയും വീക്കായി ഫിസിക്കലിയും വീക്കായി. അപ്പോൾ എല്ലാവരും 40 കഴിഞ്ഞ ഓരോ സ്ത്രീയും എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കണം അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ സന്തോഷവും നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മുടെ കൈകളിൽ തന്നെയാണ്. എല്ലാവരും
ആരോഗ്യമുള്ളവരും സന്തോഷമുള്ളവരും ഒക്കെ ആയിട്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.